വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നമ്മുടെ ആത്മീയജീവിതത്തിൻ്റെ ആരംഭം ദൈവികമായിരിക്കുന്ന ഒരു സന്ദർശനത്തിൽ കൂടി നമ്മുടെ മൃതമായിരിക്കുന്ന ആത്മാവ് ഉയർത്തെഴുന്നേൽക്കുന്നതിൽ കൂടിയാണ്. ഒരു പുനരുജ്ജീവനം, മൃതമായിരിക്കുന്ന ആത്മാവിന് ദൈവത്തിൻ്റെ ജീവൻ വന്ന് നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു അനുഭവത്തിൽ കൂടിയാണ് നമ്മുടെ ആത്മീയ ജീവിതം ആരംഭിക്കുന്നത്. നാം വായിക്കുന്നു, അധർമ്മത്തിലും പാപത്തിലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഈ അത്ഭുതമാണ്. സാധാരണ അത്ഭുതത്തെക്കുറിച്ച് ധാരാളമായിട്ട് ആളുകൾ പറഞ്ഞ അത്ഭുതത്തിന് ചുറ്റും ആളുകൾ കൂടാറുണ്ട്. അത്ഭുതങ്ങളെ കുറഞ്ഞു കാണുകയല്ല, യേശു ക്രിസ്തുവിൽ എല്ലാ തലത്തിലുള്ള അത്ഭുതം അനുഭവിക്കുവാനായിട്ടുള്ള ഒരവസരം സുവിശേഷത്തിൽ കൂടി നമുക്കുണ്ട്. എന്നാൽ ബാഹ്യമായുള്ള എല്ലാ അത്ഭുതത്തെക്കാളും ഏറ്റവും വലിയ അത്ഭുതം ആന്തരികമായിട്ടുള്ള ഈ അത്ഭുതമാണ്. അവർ സ്പിരിറ്റ് ബീയിങ് റിസൺ അപ്പ്, നമ്മുടെ അകത്തെ മനുഷ്യൻ ആത്മാവിൽ പുനരുജ്ജീവിക്കപ്പെട്ട് എഴുന്നേൽക്കുന്ന അത്ഭുതമാണ്. പ്രത്യേകിച്ച് നീ തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് ഏദനിൽ ദൈവം നിയമിച്ച ആ നിയമത്തെ ദൈവം തന്നെ പിൻവലിച്ച ശേഷം മറ്റൊരു നിയമം അവിടെ സ്ഥാപിക്കുകയാണ്. കം അലൈവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൽ നീ എഴുന്നേൽക്കുക. ദൈവം തന്നെ ആ ജീവൻ നൽകി ഒരു മഹാത്ഭുതം നിവർത്തിക്കുകയാണ്. ഈ വലിയ അത്ഭുതത്തിൽ കൂടി നമ്മുടെ ആത്മാവ് പുനരുജ്ജീവിക്കുക വഴി നമ്മളിൽ ദൈവിക ജീവൻ്റെ പങ്കാളിത്തത്തിലേക്ക് നാം കടന്നു വരും. മരണത്തിൽ നിന്നുള്ള ഒരു വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് നാം വരും. അതിൻ്റെ അർത്ഥം മരണത്തിന് പിന്നെ നമ്മുടെ മേൽ യാതൊരു സ്വാധീനം ഇല്ലെന്നല്ല. ആത്മീയ മരണത്തിൻ്റെ എല്ലാ സ്വാധീനങ്ങളും നമ്മുടെ ജീവിതത്തെ തുടർമാനമായി ചുറ്റിക്കൊണ്ടിരിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് വരെയും മരണത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കൽ നാം പുനരുജ്ജീവിക്കപ്പെട്ടാലും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ ഉറപ്പിൽ നാം ജീവിക്കേണ്ടതായിട്ടുണ്ട്. റിമൈനിങ് അലായി, തുടർമാനമായിട്ട് നാം ജീവിച്ചു ഇരിക്കുക എന്നുള്ളത്. അതെ, നമ്മുടെ ജീവിതത്തിൽ മരണം കൊണ്ടുവരുന്ന അനേക ശക്തികൾ, ആത്മീയ മരണത്തിന് കാരണമായിരിക്കുന്ന ശക്തികളുണ്ട്. മരണത്തിൻ്റെ യഥാർത്ഥാർത്ഥം സെപ്പറേഷൻ ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്ന് വേർപാടെന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തിൽ നിന്ന് നമ്മളെ വേർപെടുത്തുവാൻ കാരണമാകുന്ന എല്ലാ കാര്യങ്ങളും മരണത്തിന് കാരണം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെ നാം കൂടുതൽ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. വാട്ട് ക്യാൻ ബ്രിങ് സ്പിരിച്വൽ ഡെത്ത് ടു അസ്? നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ ആത്മീയ മരണം ഉളവാക്കുന്നവയായി തീരാം. ഒന്നാമത്തെ കാര്യം, ഡിസോണസ്റ്റി വിത്ത് ഗാഡ്. ദൈവത്തോടുള്ള പരമാർത്ഥത ഇല്ലാഴിക. ദൈവത്തോട് നമുക്ക് അടുത്തു വരണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വെളിച്ചം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, ദൈവഹിതത്തിൽ നമുക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ, ദൈവത്തോടുള്ള ബന്ധവും കൂട്ടായ്മയും വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ പ്രാഥമികമായിരിക്കുന്ന ആവശ്യം ദൈവത്തോട് തുറന്ന ഒരു ഹൃദയം, പരമാർത്ഥതയുള്ള സത്യസന്ധമായിരിക്കുന്ന ഒരു ഹൃദയമാണ്. ആ സത്യസന്ധമായിട്ടുള്ള ഹൃദയത്തോട് ചേർന്ന് മാത്രമേ വി ക്യാൻ ഡ്രോ നിയർ ടു ഗോഡ്, ദൈവത്തോട് അടുത്തു വരുവാനായിട്ട് കഴിയുള്ളൂ. മറിച്ച് ആ സത്യസന്ധത നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങളായിട്ട് അത് തീരും. അവർ പാത്ത് ഈസ് ബ്ലോക്ക്ഡ് വിത്ത് ഗോഡ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ മാർഗം അടയ്ക്കപ്പെടുന്നു. നാം ഇരുട്ടിലായിത്തീരുന്നു. നമുക്ക് വ്യക്തത നഷ്ടപ്പെടുന്നു. ദൈവത്തോടുള്ള സമീപ്യം നമുക്ക് നഷ്ടപ്പെടുന്നു. ഡിസോണസ്റ്റി വിത്ത് ഗോഡ്, ദൈവത്തോടുള്ള പരമാർത്ഥതയില്ലായ്മ, ദൈവത്തിൽ നമ്മളെ അകറ്റുന്നതും ആത്യന്തികമായിട്ട് മരണത്തിലേക്ക് കൊണ്ടുപോകുന്നതുമാണ്. ഇത് ചരിത്രത്തിൻ്റെ ഉദയത്തിൽ തന്നെ നാം കാണുന്നൊരു സത്യമാണ്. ഏദനിൽ ദൈവം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ ആ വൃക്ഷഫലം ഭക്ഷിക്കുക നിമിത്തം ദൈവം വീണ്ടും വന്ന് ആദാമിനെ വിളിക്കുമ്പോൾ ആദാം ആദ്യം ചെയ്യുന്ന കാര്യം തൻ്റെ നിഷ്കളങ്കത താൻ തെളിയിക്കുകയാണ്. എങ്ങനെയാണ്? കുറ്റം ഹവ്വയിൽ ആരോപിക്കുക വഴി. ഇറ്റ്സ് നോട്ട് മീ, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹർ. ഞാനല്ല, അവൾ മുഖാന്തരമാണ്. അവയോട് ചോദിക്കുമ്പോൾ അവ്വ നിഷ്കളങ്കയായിട്ട് നിൽക്കുകയാണ്. കുറ്റം തൻ്റേതല്ല, പിശാച് നിമിത്തമാണെന്ന് പറയുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യായീകരണം നാം അവിടെ കാണും. സത്യസന്ധമല്ലാത്തൊരു മനോഭാവം കാണും. അവരെ സഹായിപ്പാൻ ആ സമയത്തും ദൈവത്തിന് കഴിയുമായിരുന്നു. എന്നാൽ ഒരു നിലയിലും ദൈവത്തിന് സഹായിപ്പാൻ കഴിയാത്ത നിലയിൽ അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നതായിട്ട് നാം കാണുന്നു. വെൻ യു ആർ ഡിസോണസ്റ്റ്, യു മേക്ക് ഗോഡ് ഇംപോസിബിൾ ടു ഹെൽപ്പ് യു. നിങ്ങൾ
സത്യസന്ധത ഇല്ലാതിരിക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളെ സഹായിപ്പാൻ കഴിയാത്തൊരു നിലയിലേക്ക് നിങ്ങൾ ദൈവത്തെ ആക്കുന്നു. അതെ, ഇതേ കാര്യം തന്നെ നാം വീണ്ടും സഭാചരിത്രത്തിൽ തുടക്കത്തിൽ നാം കാണുന്നുണ്ട്. അനന്യാസും സഫീറയും അവരത് വിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു, വിറ്റാൽ മുഴുവൻ കൊണ്ട് വയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു, തങ്ങൾക്കൊരു പങ്ക് എടുത്തു വെച്ചാലും അത് തെറ്റില്ലായിരുന്നു. യഥാർത്ഥ പ്രശ്നം അതായിരുന്നില്ല. അവർ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചുവെന്നാണ് നാം കാണുന്നത്. പരിശുദ്ധാത്മാവിനോട് കളവ് കാണിച്ചു. ആ വ്യാജം, ആ കളവ് മരണകരമായി തീർന്നു. അവിടെ ശാരീരിക മരണം മാത്രമല്ല നടന്നത്, പുറമേ കണ്ട കാര്യം മാത്രമാണ് ശാരീരിക മരണം. സ്പിരിച്വൽ ഡെത്ത്, ആത്മീയ മരണം കൂടെ നടക്കുകയുണ്ടായി. ദൈവത്തോട് നാം അസത്യം കാണിക്കുമ്പോൾ, ഭോഷ്ക് ഉപയോഗിക്കുമ്പോൾ, കാപട്യം കാണിക്കുമ്പോൾ, വഞ്ചന കാണിക്കുമ്പോൾ, നമ്മെ തന്നെ ന്യായീകരിക്കുമ്പോൾ, ന്യായീകരണം ഭോഷ്കിൻ്റെ ഒരു പര്യായമാണ്. ഇറ്റ് ഈസ് മോസ്റ്റ് സേഫ് ടു കൺഫെസ് എവറിത്തിങ് ടു ഗാഡ്. ദൈവത്തോടെല്ലാം തുറന്നു പറയുന്നത് സുരക്ഷിതമാണ്. വേറെ ആരോട് പറയുന്നതിൽ കൂടുതൽ എല്ലാം ചെന്ന് തുറന്നു പറയുവാൻ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന സ്ഥാനം ദൈവസന്നിധിയാണ്. ബി ഓപ്പൺ വിത്ത് ഗാഡ്, ദാറ്റ്സ് സേഫ് ഫോർ യു. ദൈവത്തോട് എപ്പോഴും തുറന്നിടപെടുക, നിങ്ങൾക്ക് സുരക്ഷയാണത്. പക്ഷെ അവിടെ ചെന്ന് വ്യാജം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ദൈവത്തിൽ നിന്നകന്ന് മരണത്തിലേക്ക്, ആത്മീയ മരണത്തിൽ നിങ്ങൾ എത്തിച്ചേരുവാനിടയായിത്തീരും. അതോട് ചേർന്ന് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, മരണകാരണമായിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡെലിബറേറ്റ് സിൻ, ബോധപൂർവമായിരിക്കുന്ന പാപം. നമുക്ക് ക്രിസ്തുയേശു ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഫർഗീവ്നെസ് ഓഫ് സിൻ, പാപത്തിൻ്റെ ക്ഷമ. എത്ര വലിയ അത്ഭുതമാണ്! ഏതൊരു പാപിയും കുലപാതകനും ആർക്കും പാപക്ഷമ ലഭിക്കാം ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തമുഖാന്തരം. എന്നാൽ ആ ലഭിച്ച പാപക്ഷമയെ നാം വിലമതിക്കണം. നാം വിലമതിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? നാം പിന്നെ പാപം ചെയ്യാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. നാം പാപക്ഷമയെ വിലമതിക്കുന്നുവെങ്കിൽ നാം പാപത്തിൽ നിന്ന് വിട്ടുപോകും. അത് വിലമതിക്കാതിരുന്നാൽ പാപത്തോട് നാം കാഷ്വലാകും, അസത്യയോടുകൂടി മുമ്പോട്ടും പോകും. നാം അവനെ ഭയപ്പെടേണ്ടതിന് അവൻ്റെ സന്നിധിയിൽ പാപക്ഷമയുണ്ടെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. അതേ, പാപക്ഷമ മുഖാന്തരം നാം അവനെ ഭയപ്പെടേണ്ടതാണ്. ഡോണ്ട് ബി കാഷ്വൽ വിത്ത് സിൻ. പാപത്തോട് അയഞ്ഞ മനോഭാവത്തിൽ നിങ്ങൾ പോയാൽ അത് ബോധപൂർവമായിരിക്കുന്നൊരു പാപത്തിൽ നിങ്ങൾ പോകും. അത് ഹൃദയകാഠിന്യമായി തീരും. ദൈവത്തെ വിരോധമായിട്ടുള്ള ഒരു ഹൃദയത്തിൻ്റെ മനോഭാവമായി തീരും. അത് മരണമുളവാക്കും. എബ്രായലേഖനത്തിൽ വായിക്കുന്നത്, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്കായിട്ട് ഇനി മറ്റൊരു പ്രായശ്ചിത്തമില്ല. വിരോധികൾക്ക് വേണ്ടി വച്ചിരിക്കുന്ന ക്രോധ അഗ്നി മാത്രമേ ഉള്ളൂ. ഡെത്ത് ഈസ് ദി എൻഡ് ഓഫ് സിൻ. പാപത്തിൻ്റെ അവസാനം മരണം തന്നെയാണ്. നാം തിരുവചനത്തിൽ വായിക്കുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ഇത് ലോകത്തിലെല്ലാ പാപികളെ സംബന്ധിച്ച് സത്യമാണ്, നമുക്കറിയാവുന്നതല്ല. നാം ഓർക്കണം, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരണം പ്രാപിച്ച നമ്മെ ഓരോരുത്തരെ സമയത്തോളം സത്യമാണ്. സിൻ ബിഗറ്റ്സ് ഡെത്ത്. പാപം മരണത്തെ ഉളവാക്കുന്നു. യാക്കോബ് പറയുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്ത മരണത്തെ ഉളവാക്കുന്നു. നാം പാപത്തിൽ തുടർന്നാൽ, ബോധപൂർവം പാപത്തിൽ പോയാൽ, പാപത്തിൽ നിന്ന് പാപത്തിലേക്കും ഹൃദയകാഠിന്യത്തിലേക്കും നാം പോയി അത് ആത്മീയമായിരിക്കുന്ന മരണത്തിൽ ചെന്ന് അവസാനിക്കും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. ഇതിനെക്കുറിച്ചാണ് യോഹന്നാൻ പറയുന്നത്, മരണത്തിലേക്ക് നയിക്കുന്ന പാപമുണ്ട്, അതിനെക്കുറിച്ച് അപേക്ഷിക്കുവാൻ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ദർ ഇസ് സിൻ ആൻഡ് ഡെത്ത്. മരണകാരണമായിരിക്കുന്ന പാപം. മരണകാരണമായിരിക്കുന്ന പാപം എന്ന് പറയുന്നത്, നാം 5-6 പാപങ്ങൾ ഇന്നതാണ് മരണകാരണമായിരിക്കുന്ന പാപം നാം ചിന്തിക്കേണ്ട ആവശ്യമില്ല. മരണകാരണമായിരിക്കുന്ന പാപം എന്ന് പറഞ്ഞാൽ ചില പ്രത്യേകതരം പാപം എന്നല്ല എൻ്റെ അർത്ഥം, പാപത്തോടുള്ള പ്രത്യേക ഒരു മനോഭാവമാണ്. തുടർമാനമായിട്ട് ബോധപൂർവം നിങ്ങൾ പാപത്തിൽ ജീവിച്ചാൽ നിങ്ങളുടെ ഹൃദയം പാപത്തിൽ നിന്ന് പാപത്തിലേക്കും മരണത്തിലേക്കും പോകും. ആത്മാവിൽ ആ നിർജീവത്വം ഉണ്ടാകും. ദൈവത്തിൽ നിന്ന് അകന്നു പോകും. ദൈവസന്നിധിയിലേക്ക് കടന്നു പോകാൻ കഴിയാതെ വരും. ഡെലിബറേറ്റ് സിൻ, ബോധപൂർവമായിരിക്കുന്ന പാപം മരണം ഉളവാക്കുന്നതാണ്. മൂന്നാമത് നാം തിരുവചനത്തിൽ വായിക്കുന്നു, ഇഫ് യു വാക്ക് ആഫ്റ്റർ ദ ഫ്ലഷ് യു ഷാൽ ഡൈ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും. അതെ, വാക്കിംഗ് ആഫ്റ്റർ ദ ഫ്ലഷ്, ജഡപ്രകാരം നടക്കുന്നത് മരണകാരണമാണ്. യേശു ക്രിസ്തു നമ്മുടെ പുനരുജ്ജീവനത്തിൽ കൂടി നമ്മുടെ ആത്മാവ് ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ ജീവിതം ആ ഉയർത്തെഴുന്നേറ്റ ആത്മാവിനെ ചുറ്റിപ്പറ്റിയാണ് നാം ജീവിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഗവേണിംഗ് സെൻസ്, ആ ഭരണതലം ഈ ആത്മാവിൽ നിന്നാണ് നാം ലഭിക്കേണ്ടത്. എന്നാൽ അങ്ങനെ നമ്മുടെ ആത്മാവ് പുനരുജ്ജീവിക്കപ്പെട്ട ശേഷവും ജഡപ്രകാരം, ജഡപ്രകൃതത്വണം, വീഴ്ചയുള്ള പ്രകൃതത്വണം നാം പിന്നെയും ജീവിച്ചു കൊണ്ടിരുന്നാൽ മരണമാണ് ഫലം. ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരണം. ജഡത്തിന് നമ്മുടെ കണ്ണുകളെ വിട്ടുകൊടുക്കുക,
കൺമോഹത്തിന് വിട്ടുകൊടുക്കുക, പിന്നെയും കണ്ടുകൊണ്ട് വ്യാമോഹിക്കുക. നമ്മുടെ ഹൃദയവും മനസ്സും മലിനപ്പെടുക, നമ്മുടെ ശരീരം മലിനപ്പെടുക, നമ്മുടെ ചെവികൾ തുറന്നു കൊടുക്കുക, നമ്മുടെ ചിന്തകൾ തുറന്നു കൊടുക്കുക, നമ്മുടെ ശരീരം വിട്ടുകൊടുക്കുക. ജഡപ്രകാരം നാം ഇതിനെയൊക്കെയും വിട്ടുകൊടുക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ നാക്ക്, കൃപ നൽകേണ്ടതായിട്ടുള്ള നമ്മുടെ നാക്ക് ഏതെല്ലാം ഏഷണി, ദോഷം, കുറ്റം പറച്ചിൽ, വിമർശനം, ഇതൊക്കെ എങ്ങനെയാണ് തുടർമാനമായിട്ട് സംഭവിക്കുന്നത്? റോമാലേഖനത്തിൽ പറയുന്ന പോലെ അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, സർപ്പവിഷം അവരുടെ നാവിന്മേൽ ഉണ്ട്. ആ നിലയിൽ നമ്മുടെ നാവ് പോലും മലിനപ്പെടാം, വിഷമുള്ളതായി തീരാം. ഇതിനെല്ലാം കാരണം എന്താണ്? വി വാക്ക് ആഫ്റ്റർ ദ ഫ്ലഷ്. ജഡപ്രകാരം നടന്നാൽ മരണമായിരിക്കും അവസാനം. ജഡപ്രകാരമുള്ള ചിന്ത, ജഡപ്രകാരമുള്ള ലക്ഷ്യം, ജഡപ്രകാരമുള്ള ജീവിതബോധം, ഇതിൽ നിന്നൊക്കെയും ആത്യന്തികമായിട്ട് ആത്മീയ മരണത്തിലേക്ക് നാം വരാം. നാം നമ്മുടെ ജീവിതത്തിൽ പുനരുജ്ജീവിക്കപ്പെട്ട ശേഷം പൊടുന്നനെയല്ല ആത്മീയ മരണത്തിലേക്ക് വരുന്നത്. ഇതിനിടയ്ക്കൊരു അവസ്ഥയുണ്ട്. അതിനാണ് സ്ലീപ്പ്, നിദ്ര എന്ന് നമുക്ക് തിരുവനന്തപുരത്തിൽ കാണുവാനായിട്ട് കഴിയും. എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്നു, പൗലോസ് പറയുന്നു, ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തുവിൻ്റെ മേൽ പ്രകാശിക്കും. ഉറങ്ങുന്നവൻ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉറങ്ങുന്നവൻ. നമ്മുടെ ജീവിതത്തിൽ നാം നേരത്തെ കേട്ട കാര്യങ്ങൾ മുഖാന്തരം നമ്മുടെ ആത്മാവ് ക്ഷീണിക്കുകയും ക്ഷയിക്കുകയും നിർജീവമാവുകയും ദൈവത്തിൽ നിന്ന് അകലുകയും ദൈവ കൃപ വിട്ട് പോകുകയും ഒക്കെ ചെയ്ത് ആത്മാവ് ശോഷിച്ച് ആത്മീയമായി നാം സജീവതയില്ലാതെയായിത്തീരും, നിർജീവരായിത്തീരും. അതാണ് ആത്മീയമായിരിക്കുന്ന നിദ്രാവസ്ഥ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമമായിരിക്കില്ല, ദൈവത്തെ നാം കേൾക്കുകയില്ല, ആത്മീയ ബോധം നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ ഉള്ളിൽ നിത്യജീവൻ ഉണ്ടായിരിക്കും, എന്നാൽ പ്രായോഗിക തലത്തിൽ വീണ്ടും ജനിക്കാത്ത ഒരാളുടെ ജീവിത തലമായിരിക്കും നമ്മുടേത്. ആത്മീയ ബോധം, നിത്യതയുടെ ബോധം, ദൈവവചനത്തിനായിട്ടുള്ള താല്പര്യം, ദൈവവചനത്തിൽ നിന്നുള്ള ജീവിത മൂല്യങ്ങൾ നമുക്കുണ്ടായിരിക്കില്ല. ആത്മാവുള്ള നടപ്പിനെക്കുറിച്ച് നമുക്കൊരു ബോധമുണ്ടായിരിക്കുകയില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഗതികളെല്ലാം സാധാരണ മനുഷ്യൻ്റെ താല്പര്യങ്ങളും ജീവിതത്തിൻ്റെ ഗതികളുമായിരിക്കും. നമ്മുടെ ജീവിത ദർശനം സാധാരണ മനുഷ്യൻ്റെ തലത്തിലായിരിക്കും. അവർ ജീവിതത്തെ എന്തായി കാണുന്നു, എന്തന്വേഷിക്കുന്നു, എന്തിനെ വിലമതിക്കുന്നു, എന്തിനായി ജീവിക്കുന്നു, ഈ കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ ജീവിതവും നാം കൊടുക്കുന്നു. നമ്മുടെ ഉള്ളിൽ ബോധമുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ വി ആർ കട്ട് ഓഫ് ഫ്രം ദ വേൾഡ് ഓഫ് ലൈഫ്. ജീവൻ്റെ ലോകത്തിൽ നിന്നും നാം പ്രായോഗിക തലത്തിൽ നാം ബന്ധം നഷ്ടപ്പെടും. തൽഫലമായി സംഭവിക്കുന്ന കാര്യം ഒരു നിദ്രയാണ്. ആ നിദ്രയിൽ നിന്ന് അടുത്ത പടിയായിട്ടാണ് നാം മരണത്തിലേക്ക് പോകുന്നത്. ഉറങ്ങുന്നവനെ ഉണരുക എന്ന് പൗലോസ് പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ക്ഷീണാവസ്ഥ, ശോഷണാവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ഉണരുക, തിരിച്ചു വരിക, ജീവനിലേക്ക്, ദൈവം നൽകിയ കൃപയുടെ സജീവതയിലേക്ക് മടങ്ങി വരിക എന്ന് വിളിക്കുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദ ഫോഴ്സസ് ഓഫ് ഡെത്ത് ആർ ഓൾവേസ് അറൗണ്ട് യു. മരണത്തിൻ്റെ സ്വാധീനങ്ങൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്. നിങ്ങളുടെ അന്തരംഗത്തിൽ ആത്മാവിൽ ലഭിച്ച ആ ദിവ്യജീവൻ, നിത്യജീവനെ വിലമതിക്കുക, ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ അതിനെ സൂക്ഷിക്കുക, വചനത്തിൻ്റെ അനുസരണയിൽ സൂക്ഷിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ഉദ്ദീപിക്കലിൽ നടപ്പിലതിനെ സൂക്ഷിക്കുക, ദൈവകൃപയിൽ ജീവിക്കുക. മരണത്തിൻ്റെ സ്വാധീനങ്ങൾ, ബോധപൂർവമായിട്ടുള്ള പാപം, ജഡപ്രകാരമുള്ള ജീവിതം, ഹൃദയത്തിൽ ദൈവസന്നിധിയിലുള്ള വ്യാജം, ന്യായീകരണം, നീതീകരണം, ഇതെല്ലാം ഒഴിവാക്കിയ ശേഷം ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ഭക്തിയോടെ ജീവിക്കുക. ഈ വലിയ ലക്ഷ്യത്തിൽ എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒടുവിൽ ഞാനോട് പറയട്ടെ, ബി അലൈവ്, ജീവനുള്ളവനായിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വലിയ കൃപയ്ക്കായി സ്തോത്രം. ജീവനുള്ളവനായി ദൈവകൃപ പ്രാപിച്ച് കർത്താവിൻ്റെ വഴിയിൽ അർത്ഥവത്തായി സജീവതയോടെ ജീവിപ്പാൻ കർത്താവെ യേശു ക്രിസ്തു മുഖാന്തരം എന്നെ സഹായിക്കണമേ. ആമേൻ.